ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് അറിയാലോ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ബാങ്കുകളെയും ബാങ്കിതര സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നതും അവയെ ഏകോപിപ്പിക്കുന്നതും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപീകരിച്ചത്. എന്നാൽ രൂപീകരണ സമയത്ത് ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. ഈ കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലോട്ട് RBIയുടെ തലസ്ഥാനം മാറ്റിയത് 1937 കൂടാതെ 1949 ദേശസാൽക്കരിക്കപ്പെട്ട RBIയുടെ തലവൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കും. കറൻസികൾ അച്ചടിക്കുക, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുക, വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ, വിവിധ തരത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, പണത്തിന്റെ അളവിലും വിലയിലും മൂല്യത്തിലുമുള്ള നിയന്ത്രണം തുടങ്ങിയവയും RBIയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ്. അതിൽ തന്നെ പ്രധാനമായിട്ടും 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ₹1 കറൻസി ഒഴികെ ബാക്കി എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. എന്നാൽ നാണയങ്ങൾ, ₹1 നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഈ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നതെല്ലാം തന്നെ ധനകാര്യ സെക്രട്ടറിയും ആയിരിക്കും. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക തുടങ്ങിയവയും RBIയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഉൾപ്പെടുത്താം. ഇന്ത്യയിൽ ₹1 കറൻസി ഒഴികെ ബാക്കി എല്ലാ കറൻസികളും RBI ആണ് അച്ചടിച്ചിറക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ളതുമുണ്ട്, ഭാരതീയ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ളതുമുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ളതാണ് നാസിക് മഹാരാഷ്ട്ര, ദേവാസ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും, ഭാരതീയ ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള റിസർവ് ബാങ്ക് നോട്ട് മുദ്ര ലിമിറ്റഡിന്റെ കീഴിൽ വരുന്ന മൈസൂർ, കർണാടക, സാൽബോണി, പശ്ചിമ ബംഗാൾ എന്നീ പ്രസ്സുകളിലുമാണ് പ്രധാനമായിട്ടും നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത്. എന്നാൽ നാണയങ്ങൾ അച്ചടിച്ചിറക്കുന്നതാകട്ടെ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്നെ കീഴിലുള്ള നോയിഡ, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ മിന്റുകളിലുമാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് PSC വീഡിയോസിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ.